KLCയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആൻഡോ മെർസിലിൻ കൂടി ചേരുകയാണ്. ലത്തീൻ കത്തോലിക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത്? കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. പലരും വലിയ തരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയതിനു ശേഷം പോലും സ്വയം തൊഴിൽ കണ്ടെത്തേണ്ട രീതിയിലേക്കൊക്കെ പോകുന്നു. അങ്ങനത്തെ വാർത്തകളൊക്കെ നമ്മൾ പുറത്തുവിടുകയും ചെയ്തതാണ്. ഇത് എത്രയോ വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഇതിനെതിരെ ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടാകേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം KLCയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിലുണ്ടായിരുന്നോ? ധാരാളം പ്രാവശ്യം KLCയുടെ പേരില് തിരുവനന്തപുരം അതിരൂപതയുടെ പേരിലും രൂപതയുടെ പേരിലും ഒരുപാട് പരാതികൾ കൊടുക്കേണ്ടിടത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബിഷപ്പുമാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി, സഭയെ പ്രീണിപ്പിക്കാൻ വേണ്ടി യാതൊരു നടപടിയും അത് കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും കൊള്ളാം, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയാലും കൊള്ളാം, നാളിതുവരെ എടുത്തിട്ടില്ല. അവരെടുക്കുകയുമില്ല. ഇവിടെ ഇപ്പൊ ചെയ്യേണ്ടത് 1947 ശേഷം അഥവാ ഇപ്പോൾ സർവീസിലുള്ള ലത്തീൻ കത്തോലിക്കരായിട്ട് ആരൊക്കെയുണ്ടോ അവരുടെ ലിസ്റ്റ് പരിശോധിക്കണം. പരിശോധിച്ച് അത് അന്വേഷിച്ച് പുറത്താക്കേണ്ടവരെ പുറത്താക്കണം. ഇവർക്കെതിരെ ബിഷപ്പാണെങ്കിൽ പോലും ക്രിമിനൽ കുറ്റം ചെയ്ത സ്ത്രീക്ക് അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണം, കേസെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാലപ്പഴക്കം കൊണ്ട് അതിനൊരു വിലയില്ലാതെ പോകും ഒരുപാട് പേര് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നെയ്യാറ്റിൻകര, അതാണ് നെയ്യാറ്റിൻകര രൂപത ബിഷപ്പടക്കം നേരിട്ട് നിന്നുകൊണ്ട് വില്ലേജ് ഓഫീസർമാർക്കൊപ്പം, വില്ലേജ് ഓഫീസർമാരുടെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രൂപത ബിഷപ്പിന് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു പങ്കുണ്ട്. വർഷങ്ങളായിട്ട് ഈ തട്ടിപ്പ് നടക്കുന്നത് രൂപത അധ്യക്ഷന്മാർ വഴിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒത്താശയിലാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അത് SDPയുടെ നേതാവ് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ ഭാഗത്തടക്കം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങളൊക്കെ മുന്നിൽ വന്നിട്ടും സർക്കാർ കണ്ണടക്കുകയാണെന്നാണ് അങ്ങനെ ഒരു ആരോപണം KLCക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ നെയ്യാറ്റിൻകര രൂപത ഉണ്ടാക്കിയത് തന്നെ തിരുവനന്തപുരം രൂപതയെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. നാടാർക്ക് മുൻതൂക്കമുള്ള ഒരു രൂപതയാണ് നെയ്യാറ്റിൻകര. അത് തന്നെ ഒരു തെറ്റായ നടപടിയാണ്. അത് ബിഷപ്പ്മാരെല്ലാം കൂടെ ചേർന്ന് ആലോചിച്ച് അവരുടെ ഇഷ്ടാനുസരണം അവർ ഈ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ഉയരാൻ അനുവദിക്കില്ല. അവർക്ക് വേണ്ടി പ്രീച്ച് ചെയ്യും, പലതും പറയും. പക്ഷെ ഇവരെ അടിമകളായിട്ട് കിടക്കണം, ഇവരെ എന്നും ചങ്ങലക്കിട്ട് കിടക്കണം, എങ്കിലേ ആൾബലവും ഇവർക്കുണ്ടാവുകയുള്ളൂ. വെഴിഞ്ഞ സമരം ചെയ്തതുപോലെ. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് മാറുന്നില്ല. എന്തായാലും ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇവരെ അപ്പൊ ഈ 1947 നിബന്ധന പൂർണ്ണമായി എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നെയ്യാറ്റിൻകര രൂപത നടത്തുന്ന ആ ഒരു നീക്കമുണ്ടല്ലോ, അത് തന്നെ ഇതിന്റെ ഭാഗമാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം 47 ശേഷമാണ് നാടാർ വിഭാഗവും മറ്റ് ഉപവിഭാഗങ്ങളും ഈ ലത്തീൻ കത്തോലിക്കലോട് ചേർന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പലരും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ആ മതില് 47 എന്നുള്ള മതിലെടുത്ത് കളഞ്ഞാൽ ഇവർക്ക് നിയമപരമായ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അതിനുവേണ്ടിയാണ് ഈ തന്ത്രപ്പാട്. ശ്രീ ആൻഡോ മെർസിലിൻ, ഒറ്റ കാര്യമാണ്, അതായത് ഈ വിഭാഗത്തിലുള്ള ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലുള്ള കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള ജനങ്ങൾക്ക് പോലും കൃത്യമായ രീതിയിലേക്ക് തൊഴിൽ കിട്ടാത്ത രീതിയിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള തട്ടിപ്പ് നടക്കുമ്പോൾ ഒരു സമുദായത്തിനകത്തു നിന്ന് തന്നെ അതിലുള്ളവർക്ക് അവരുടെ ഉന്നമനത്തിന് തുരങ്കം വെക്കുന്നു എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. തിരുവനന്തപുരം ബിഷപ്പായിരുന്നാലും ശരി, നെയ്യാറ്റിൻകര ബിഷപ്പിലായാലും ശരി, ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്നത് ഇവിടെ തന്നെയാണ്. മറ്റു ജില്ലകളിലും ഉണ്ട്, പക്ഷെ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അവരതിന് കൂട്ടു നിൽക്കുന്നു. ഈ ബിഷപ്പ്മാർ എന്ത് ദൈവവിശ്വാസികളാണെന്ന് എനിക്ക് സംശയമുണ്ട്. അവർക്ക് ദൈവവിശ്വാസമില്ല, ഒന്നുമില്ല. ഉണ്ടെങ്കിൽ അവരിങ്ങനെ ചെയ്യുമോ? അതെനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി, ഇത്തരത്തിൽ ഇപ്പൊ കുറച്ചാഴ്ച പള്ളി പോയാൽ മതി, സർട്ടിഫിക്കറ്റ് കിട്ടും. അധികാരിയുടെ കത്ത് കിട്ടും, ഈ കത്തുമായിട്ട് പോയാൽ ബിഷപ്പിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, പിന്നീട് ഈ ആനുകൂല്യത്തിലേക്ക് കടക്കാം. അങ്ങനെ ഒരുപാട് പേര് നാടാർ ജാതിയിൽ നിന്ന് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലേക്ക് പോകുന്നു. ഈ പോകുന്നവർക്ക് പലതരം നിബന്ധനകളൊക്കെ ഉണ്ട്. മുഖം മറയ്ക്കണം, പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ചിലരൊക്കെ പള്ളിയിൽ പോയി പണം കൊടുത്തും മാറുന്നുണ്ട്. ഈ പണം കൊടുത്തും മാറുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ്, മറ്റൊരു തരത്തിലുള്ള തട്ടിപ്പ് കൂടി ഇതിനകത്തുണ്ട് എന്നാണോ? ഈ പൂജ വയ്ക്കുന്നതിന് പോലും പൈസ വാങ്ങിക്കി തരാണ് പള്ളിക്കാർ. അപ്പോ ഇത് അവരുടെ മുമ്പിൽ അവർക്ക് ഇതൊന്നും വലിയ തട്ടിപ്പായിട്ട് തോന്നൂല. വികാരി അച്ഛന്മാർക്കും എല്ലാവരെയാണ് ഞാൻ പറയുന്നില്ല, നല്ല അച്ഛന്മാരുണ്ട്, നല്ല ബിഷപ്പുമാരും ഉണ്ട്. പക്ഷെ അത് തട്ടിപ്പ് തന്നെയാണ്, വ്യക്തമായ തട്ടിപ്പാണ്. എന്തിനാണ് ഇവർ തലയെല്ലാം കൂട്ടാൻ നിൽക്കുന്നത്? അതുപോലെ തന്നെ ഒരു വിശ്വാസം എന്നൊരു വാക്ക്, ആ ക്രിസ്ത്യൻ വിശ്വാസിയായിരിക്കണം. ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചാൽ അയാൾ വിശ്വാസി തന്നെയാണ്. കാലപ്പഴക്കം കൊണ്ട് ചില പുതിയ ചിന്തകളൊക്കെ വരുമായിരിക്കും, ശാസ്ത്രം വികസിക്കുന്നു. അപ്പൊ വിശ്വാസികളായിരിക്കണം എന്നൊരു നിബന്ധന കൂടി അതിനകത്ത് വച്ചിരിക്കുന്നത് തെറ്റാണ്.
ലത്തീൻ കത്തോലിക്ക എന്നുള്ളത് ഒരു ജാതിയാണ്. ആ ജാതിക്കകത്ത് അവർക്ക് വിശ്വാസം കൂടി വേണം. അപ്പം ദൈവവിശ്വാസം ഇല്ലാത്തവർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ അവർ പുരോഗമന ആശയങ്ങൾ കൊണ്ടുവരുന്നവർ എന്ത് ചെയ്യും? അവർ വിശ്വാസം ഇല്ല ഒറ്റ പേരില് അവരെ സംവരണത്തിൽ മാറ്റി നിർത്താൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? വികലമായ കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. ഏത് സർക്കാരായാലും. അതായത് ഈ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ വിവിധ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇതൊന്നും അറിയാതെയല്ല, പക്ഷേ ഈ വിഷയത്തിനകത്ത് അനങ്ങുന്നില്ല. വോട്ട് ബാങ്കാണ്. ഇലക്ഷൻ പൊളിറ്റിക്സ് കളിക്കുന്ന നേതാക്കള് ഇതിനെപ്പറ്റി മിണ്ടത്തില്ല, ആ സമരത്തിൽ പങ്കെടുക്കത്തില്ല. എന്തെങ്കിലും സമരം ചെയ്താൽ ഞങ്ങളൊക്കെ എന്റെ നേതൃത്വത്തിൽ എത്രയോ സമരങ്ങൾ ബിഷപ്പ് ഹൗസിന്റെ ഫ്രണ്ടിൽ വരെ ചെയ്തിട്ടുണ്ട്. ബിഷപ്പ് ഹൗസിന്റെ ഫ്രണ്ടില് സമരം ചെയ്തിട്ടുണ്ട്. പലയിടത്തും സെക്രട്ടേറിയറ്റിലും എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് ഫയർഫോഴ്സിനെ എല്ലാവരെയും വിളിച്ച് ഞങ്ങൾ തടയാണ് ചെയ്യുന്നത്. ആന്റോ മെഴ്സിൽ ഒറ്റ കാര്യം കൂടെ, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിഷയങ്ങൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. അത് കേരളം തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്തത്. ആ സമയത്ത് ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്ന വലിയ വിഷയം എന്ന് പറയുന്നത് ഈ നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടത്തണം, സ്വാധീനം നൽകിയിട്ട് ജോലി വാഗ്ദാനം ചെയ്തിട്ടൊക്കെ ഈ തരത്തിൽ കാര്യങ്ങൾ നടക്കരുത് എന്ന് പറയുമ്പോൾ അങ്ങനെ നടക്കുന്നില്ല എന്നാണ് നമ്മൾ ഈ പ്രഭുത്വ കേരളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഇതൊക്കെ ഈ മറുഭാഗത്ത് നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഹൈന്ദവ സംഘടനകൾക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകളായി മാറും. അതും പരിപൂർണമായിട്ട് നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണോ? കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നത് അവർ നിരപരാധികൾ തന്നെയാണ്. പക്ഷെ എനിക്കൊരു സംശയം വന്നിട്ടുണ്ട്. അതായത് കേരളത്തിലെ ഒരുപാട് പാവങ്ങളും പട്ടിണി പാവങ്ങളും അപ്പൊ ഇവരെന്തിനാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി അവരെ ഉദ്ധരിക്കാൻ പോകുന്നത്? ഇവിടെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരില്ലേ. പിന്നെ മദർ തെരേസയൊക്കെ വന്ന് ഇന്ത്യയിൽ വന്നു കുറെ ആത്മാർത്ഥമായി ജോലിക്ക് ചെയ്തിട്ടുണ്ട്. അവരെ പോലും മോശമാക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അത് മനസ്സിലായി. ഒരു IPS ഓഫീസറിനെ അവിടെ വിട്ട് പരിശോധിപ്പിച്ചു, യൂണിഫോം ഇല്ലാതെ പോയി. അപ്പൊ മദർ തെരേസ ആ സമയം കണ്ടത് ഒരു രോഗിയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആൾക്കാർക്ക് അത് ബോധ്യപ്പെട്ടു, അദ്ദേഹം തിരിച്ചുപോയി. അങ്ങനെ ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ ഇവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് കന്യാസ്ത്രീമാരും അച്ഛന്മാരും ഉണ്ട്. പക്ഷെ കാലം കഴിയുന്തോറും കള്ള അച്ഛന്മാരുടെയും കള്ള ബിഷപ്പുമാരുടെയും എണ്ണം കൂടി വരിക. റൈറ്റ്. വിഷ്ണുപുരം ചന്ദ്രശേഖർ, ഒരു ചോദ്യം കൂടിയാണ്. കാരണം ഇത് ഈ വലിയ ഒരു വിഷയത്തിനകത്ത് BJPക്കെതിരെ ഹൈന്ദവ സംഘടനകൾ ഉയർത്തിയ പ്രതിഷേധമൊക്കെ ഇത്തരം ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ ഒരു വിഷയം കൂടി ഉയർന്നു വരുന്നു, ഇത് ശ്രദ്ധിക്കുന്നില്ല, വോട്ട് ബാങ്കുകാരൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ BJPയും ഈ വിഷയത്തിനകത്ത് വീഴ്ച പറ്റുന്നു എന്നുള്ളൊരു ആരോപണമൊക്കെ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതൊരു എക്സാമ്പിളായിട്ട് പറയണ്ട, പക്ഷേ ഇതും ഒരു ഉദാഹരണമായി പറയപ്പെട്ടേക്കാം. ഇത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ വിഷയമായിട്ട് ഇതൊരു സാമൂഹ്യ നീതിയുടെ വിഷയമാണ്. ആ സാമൂഹ്യ നീതി നേടിയെടുക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. തത്വമില്ലാത്ത ഒരു വിഭാഗത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ തട്ടിപ്പറിക്കുമ്പോൾ, ഇപ്പൊ സെൻസസ് വരുന്നുണ്ടല്ലോ, സെൻസസ് വരുമ്പോൾ നാടാർ വിഭാഗത്തിന് 2.5 ലക്ഷം പേരാണ് കുറയുന്നത്. ജനിച്ച ജാതിയല്ല രേഖപ്പെടുത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എണ്ണം കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള ആനുകൂല്യവും കുറയും. അതുപോലെ തട്ടിപ്പല്ലേ. സെൻസസ് സമയത്ത് മറ്റുള്ള ആളുകളെ കൂട്ടിച്ചേർത്ത് എണ്ണം കൂട്ടി ആനുകൂല്യം കൂട്ടി വാങ്ങിക്കാൻ ഒരു ഭാഗം, മറ്റൊരു വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ തട്ടിപ്പറിക്കുന്നു. ഇത്തരത്തില് നീതിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇതിനൊക്കെ വകുപ്പുകളുണ്ട്. അത് വലുതാണോ ചെറുതാണോ സാധാരണക്കാരനാണോ ബിഷപ്പാണോ കന്യാസ്ത്രീയാണോ എന്ന് നോക്കിയല്ല അത് നടപ്പാക്കേണ്ടത്. സന്യാസി ആയിരുന്നാലും കുറ്റമായി കണ്ടുകൊണ്ട് കേസെടുത്ത് മുന്നോട്ട് പോയാൽ പൂർണ്ണമായിട്ട് ഈ വിഷയം പരിഹരിക്കാമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. വിഷ്ണുപുര ചന്ദ്രശേഖരനൊപ്പം KLCയുടെ മുൻ സംസ്ഥാന ഭാരവാഹി അഡ്വക്കേറ്റ് ആന്റോ മെഴ്സിലുമാണ്. പ്രദീപ് സി നെടുമൺ നമുക്കൊപ്പം ചേരുന്നുമുണ്ട്. 2 തലമാണ് വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നെയ്യാറ്റിൻകര രൂപതാധ്യക്ഷന്മാർക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന്റെ അസോസിയേഷൻ ഭാരവാഹികളാണ് എന്നുള്ളതാണ്. ഇത് പുറത്തുനിന്ന് വരുന്ന ആരോപണമല്ല. പണത്തിനു വേണ്ടിയും ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ അകത്തുള്ളവർക്ക് അർഹതപ്പെട്ടവർക്ക് വലിയ തരത്തിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. എന്ത് ചെയ്യുകയാണ് വോട്ട് ബാങ്ക് മാത്രം നോക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഭരണാധികാരികളും എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടിയുണ്ട്. നമുക്ക് മറ്റു